അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ തസ്കിയത്തുൽ വിൽദാനിന്റെയും വഖഫ് ബുക്കിന്റെയും 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ലാ തഅകുൽ ലഹ്മ അഖീക മൈത, നിന്റെ മരണപ്പെട്ട സഹോദരന്റെ മാംസം നീ തിന്നരുത് എന്നാണ് ഈ പാഠത്തിന്റെ ഈ ഹെഡിങ്ങിന്റെ അർത്ഥം. ഇതിൽ പറയുന്ന വിഷയം ഗീബത്തിന്റെ ഗൗരവത്തെ കുറിച്ചാണ്. ഗീബത്തിന്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ജാഅ റജുലുൽ അസ്ലമിയു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ലമി ഖബീലയിൽപ്പെട്ട ഒരാള്, ഇത് മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണെന്നാണ് പറയുന്നത്. ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫശഹിദ അലാ നഫ്സിഹി ബിസ്സിന അർബഅ ഷഹാദാത്തിൻ, 4 സാക്ഷികളുമായി സ്വയം വിഭജിച്ചു എന്ന് സാക്ഷ്യം പറഞ്ഞു. വഫീ കുല്ലി ദാലിക കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅരിദു അൻഹു, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തൊട്ട് തിരിഞ്ഞു കളയുകയാണ്. വലാകിന്നഹു ലം യർജി അൻ ഇഖ്റാരിഹി, പക്ഷെ അദ്ദേഹം തന്റെ കുറ്റസമ്മതത്തിൽ നിന്ന് മടങ്ങിയില്ല. വഖാല, അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തുതഹിറനി, എന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഫഅമറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുർജമ ഫറുദിമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലാൻ കൽപ്പിക്കുകയും എറിഞ്ഞു കൊല്ലപ്പെടുകയും ചെയ്തു. വറജമു ഹുവൽ ഉഖൂബത്തു ഫിൽ ഇസ്ലാമി ലിസാനിൽ മുഹ്സൻ, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് വിവാഹിതനായ വിചാരിക്കുള്ള ഇസ്ലാമിലെ ശിക്ഷയാണ്. ഇസ്ലാമി ഖബീലയിൽപ്പെട്ട അഥവാ മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങേയറ്റത്തെ ആ ഖേദം ദുന്യാവിലെ ശിക്ഷയേക്കാൾ പരലോകത്തെ ശിക്ഷയെ വലിയ ഗൗരവമായി കണ്ടതുകൊണ്ടാണ് ഇവിടെ ശിക്ഷ ഏറ്റുവാങ്ങി മരണപ്പെട്ടത്. അതുപോലെയാണ് വാമിദിയ എന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ഒരു ഗർഭിണിയായ സ്ത്രീ, നബിയെ ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്, എന്നെ ശിക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് വളരെ കാരുണ്യത്തോടെ പറഞ്ഞു, നീ പ്രസവിച്ച് കുട്ടിയുടെ പാൽക്കുടി പ്രായം കഴിഞ്ഞു വരൂ, അതുവരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ എല്ലാം കഴിഞ്ഞ് പ്രസവിച്ച് കുട്ടിയുടെ പാൽക്കുടി പ്രായം കഴിഞ്ഞ് ശിക്ഷ വാങ്ങി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഫഖാല റജുലുൻ മിൻ അൻസാരി സാഹിബിഹി, അൻസാരിൽപ്പെട്ട ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഉർലുർ ഇലാ ഹാദല്ലദീ സത്തറല്ലാഹു അലൈഹി, അല്ലാഹു ദോഷം മറച്ചു വെച്ച ആളിലേക്ക് നോക്കൂ. ഫലം യദാ നഫ്സഹു, അദ്ദേഹം തന്നെ ഒഴിവാക്കിയില്ല. ഹത്താ റുജിമ റജ്മൽ കൽബി, നാഴെ എറിഞ്ഞു കൊല്ലുന്നത് പോലെയാണ് അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നത്. ഫസഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഖുൽ ലഹുമാ ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങി, അവരോട് ഒന്നും പറഞ്ഞില്ല. സുമ്മ ലമ്മ മറ ബിജീഫത്തിഹിമാ, ഒരു കൈതന്റെ ശവത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഖാല, നബി തങ്ങൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഐന ഫുലാനുൻ ഫുലാനുൻ, എവിടെയാണ് ആ പറഞ്ഞ ആളുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാക്ടിക്കലൂടെ കാണിച്ചു കൊടുക്കാം. കുലാ മിൻ ജീഫത്തി ഹാദിൽ ഹിമാർ, നിങ്ങൾ 2 പേരും ഈ കൈതയുടെ ശവത്തിൽ നിന്ന് ഭക്ഷിക്കൂ. മാ നിൽതുമാ മിൻ അർളി ഹാദർ റജുലി ആനിഫൻ അഷദ്ദു മിൻ അക്ലി ഹാദിഹിൽ ജീഫത്തി, നിങ്ങൾ അദ്ദേഹത്തിന്റെ മാനം ഹനിച്ചത് ഈ ശവത്തിന്റെ കൈതയുടെ ശവത്തിൽ നിന്നതിനേക്കാൾ ാണ്. ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം. ഇന്നഹുൽ ആൻ ഫി അൻഹാരിൽ ജന്നത്തി അൻഗമിസു ഫീഹ, ഇപ്പോൾ അദ്ദേഹം സ്വർഗനദികളിൽ മുങ്ങിക്കുളിക്കുകയാണ്. അപ്പോ അദ്ദേഹം സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി മരണപ്പെട്ടപ്പോ 2 ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഗീബത്ത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടിയാണിത്. എന്താ പറഞ്ഞത്? ആ വ്യക്തിയുടെ മാനം ഹനിച്ചത് ഈ കൈതയുടെ ശവം തിന്നതിനേക്കാൾ ശക്തമാണ് എന്നുള്ളതാണ്. ചത്ത കൈതന്റെ ശവം തിന്നുന്നത് വളരെ ഹറാമാണ്. ചത്ത കൈതയെ തിന്നുന്നത് വലിയ ഹറാമാണ്. അതിനേക്കാളും കുറ്റകരമാണ് ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറഞ്ഞത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കാണിച്ചു കൊടുക്കാണ്. ഇനി ഗീബത്ത് പറഞ്ഞ ഗൗരവം മറ്റൊരു സംഭവം നോക്കൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസൗമി യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് കൊണ്ട് കൽപ്പിച്ചു. വഖാല ലാ യുഫ്തിറൻ അഹദും മിൻകും ഹത്താ ആദന ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അനുമതി നൽകുന്നത് വരെ
ഒരാൾ നോമ്പ് മുറിക്കരുത്. ഹത്താ ഇദാ അംസൗ, അങ്ങനെ വൈകുന്നേരമായപ്പോ ഫജഅല റജുലു യജീഉ യസ്തഇദിനുഹു ഫിൽ ഇഫ്താരി, നോമ്പ് തുറക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. ഫയഅ്ദന ലഹു, അങ്ങനെ അദ്ദേഹത്തിന് നബി തങ്ങൾ എന്ത് ചെയ്തു? സമ്മതം കൊടുത്തു. ഹത്താ ജാഅഹു റജുലുൻ യസ്തഇദിനുഹു ഫിൽ ഇഫ്താരി ലിഫതാതൈനി യസ്തസ്തഹിയാനി അൻ തഅതിയാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിലേക്ക് വരാൻ ലജ്ജിക്കുന്ന രണ്ട് യുവതികൾക്ക് വേണ്ടി നോമ്പ് തുറക്കാൻ അനുമതി ചോദിച്ച് ഒരു പുരുഷൻ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഅറളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു, അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട്ട് മുഖം തിരിച്ചു. മഅവദഹു, പിന്നീട് അദ്ദേഹം ആവർത്തിച്ചു. ഫഅറള അൻഹു, അപ്പോൾ നബി തങ്ങൾ മുഖം തിരിച്ചു. മഅവദഹു, മൂന്നാമതും ആവർത്തിച്ചപ്പോ ഫഅറള അൻഹു, അപ്പോൾ നബി തങ്ങൾ മുഖം തിരിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നഹുമാ ലം തസൂമാ, ആ രണ്ട് സ്ത്രീകൾ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത്. വകൈഫ സ്വാമ മൻ വല്ല ഹാദൽ യൗമ യഅകുൽ ലഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം തിന്ന ഇന്ന് എങ്ങനെയാണ് നോമ്പ് നിൽക്കുക? അതുകൊണ്ട് ഇദ്ഹബ് ഫമർഹുമ ഇൻകാനത്താ സ്വാഇമത്തൈനി, അവർ രണ്ടുപേർ, ആ രണ്ട് സ്ത്രീകൾ നോമ്പുകാരാണെങ്കിൽ അവരോട് പോയി കൽപ്പിക്കൂ. ഫൽ തതഖയ്യ, അവരെന്ത് ചെയ്യട്ടെ? ഛർദിക്കട്ടെ. ഫഖാഅത് കുല്ലു വാഹിദത്തിൻ അലഖത്തൻ മിൻ ദമിൻ, നോക്കണം അവർ, ഫഖാഅത് കുല്ലു വാഹിദത്തിൻ അലഖത്തൻ മിൻ ദമിൻ, അങ്ങനെ ഓരോരുത്തരും രക്തപിണ്ഡമാണ് ഛർദിച്ചത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരെ കയ്യിലാണോ സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് സത്യം. ഔ ബഖിയതാ ഫീ ബുതൂനിഹിമാ ലഅകലതുഹുമൻ നാർ, ഇത് അവരുടെ വയറ്റിൽ ബാക്കിയാകാണെങ്കിൽ അവരെ തീ തിന്നുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് ചരിത്രത്തിലൂടെ ഗൈബത്തിന്റെ ഗൗരവമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അതിനെ കുറിച്ച് ഒരു ആയത്ത് നോക്കൂ. ഖാല തആല, അല്ലാഹു പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്ം വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ അധിക ധാരണയും ഒഴിവാക്കുക. ഇന്ന ബഅദൽ-ളന്നി ഇസ്മും, കാരണം എന്താ? ചില ധാരണ കുറ്റകരമാണ്. ഒരാളെ പറ്റി വേണ്ടാത്തങ്ങനെ വിചാരിക്കുക, എല്ലാം ശരിയാവണമെന്നില്ല, ചിലർക്ക് എന്താവും, തെറ്റായി പോവും, കുറ്റാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്രവർത്തി നടത്തരുത്. രഹസ്യ വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ ചോർത്തിയെടുക്കുന്ന പ്രവർത്തിക്കാണ് ചാരപ്രവർത്തി എന്ന് പറയുന്നത്. വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്, ദൂഷണം പറയരുത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തും, നിങ്ങൾ ആരെങ്കിലും എന്റെ സഹോദരൻ മാംസത്തിന് ഇഷ്ടപ്പെടുമോ? ഇല്ല, നിങ്ങൾ വെറുക്കുന്നു. അപ്പോ അല്ലാഹു തആല ഗീബത്ത് പറയുന്നത് എന്തിനുപമിച്ചത്? സ്വന്തം സഹോദരന്റെ പച്ച മാംസം തിന്നുന്നതിനാണ് ഉപമിച്ചത്. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, അല്ലാഹു വളരെയധികം തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖാല ശായിറു, കവി ഗീബത്തിനെ കുറിച്ച് എന്ത് പറയുന്നു നോക്കാം. ലാ തഗ്തബന്ന അഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദഅഫു. ലാ തഗ്തബന്ന അഹദൻ, നിങ്ങൾ ഒരാളെ ഗീബത്ത് പറയരുത്. ഫളലൻ, പ്രത്യേകിച്ച് അനിൽ ഉലമ, പണ്ഡിതന്മാരെ കുറിച്ച് ഗീബത്ത് പറയരുത്. വലൗ ബിസഹ്വിൻ, മറന്നിട്ടാണെങ്കിലും. ലിമാ ഫീ ലഹ്മിഹിം ദഅഫു, കാരണം എന്താ? അവരുടെ മാംസത്തിൽ എന്തുണ്ട്? വിഷമുള്ളിലേക്ക് പോയാൽ എന്ത് ചെയ്യും? അപ്പൊ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ ഗീബത്ത് ഒരിക്കലും പറയാൻ പാടില്ല. ഇന്നൽ ദുആഫ മതാ മാ കുൻതു തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫ്. അടുത്ത വരിയിൽ പറയുന്നത്, ഇന്ന ദുആഫ, തീർച്ചയായിട്ടും വിഷം, മതാമാ കുൻത തഅകുലുഹു, നീ എപ്പോഴെങ്കിലും അത് തിന്നാൽ, വലൗ ബിജഹ്ലിൻ, അറിയാതെയാണ് തിന്നത്, ജറാ ഫീ നഫ്സിക തലഫ്, നിന്റെ ശരീരം നാശത്തിലേക്ക് വരുന്നതാണ്, നിന്റെ ശരീരം നശിക്കുന്നതാണ്. അറിയാതെ കഴിച്ചാൽ പോലും, അറിയാതെ വിഷം കഴിച്ചാൽ പോലും നിന്റെ ശരീരം നശിക്കും. അതുകൊണ്ട് മറന്നിട്ടാണെങ്കിൽ പോലും പണ്ഡിതന്മാരുടെ വിഷമുള്ള മാംസം കഴിക്കരുത്. അതുകൊണ്ട് മറ്റൊരുത്തന്റെ കുറവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് നിന്റെ കുറവുകൾ നീ പരിശോധിക്കുക.
കുറവുകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആരാനുള്ളത്? ആരുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാവും. അപ്പൊ ആ കുറവുകൾ നോക്കാതെ സ്വന്തം കുറവുകൾ നികത്തുക എന്നാണ് കവി നമ്മോട് പറയുന്നത്. വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വക ദൂന സിഹാഹി മിനൽ ആളാഇ മുസ്തലിമാ. മുറിവില്ലാത്തയിടത്തൊന്നും ഇരിക്കാതെ മുറിവുള്ളിടത്ത് മാത്രം ഇരിക്കുന്ന ഈച്ചയെ പോലെ നീ ആവരുത്. ഈച്ചയുടെ സ്വഭാവം എന്താണ്? മുറിവുള്ളിടത്ത്, രോഗമുള്ളിടത്ത് ഇരിക്കുക. അതുപോലെ കുറവുകൾ മാത്രം കണ്ടെത്തുന്നവനാവരുത് എന്ന് ഈ കവി ഈച്ചയോടാണ് ദുസ്വഭാവിയായ മനുഷ്യൻ രൂപപ്പെടുത്തിയത്. ഇനി നമുക്ക് നഖറു അനഫ് വായിച്ച് മനസ്സിലാക്കാം. മുഹ്സനുൻ പതിവൃത്തൻ എന്ന് പറഞ്ഞാൽ വിവാഹിതൻ, ഇഖ്റാറുൻ അംഗീകരിക്കുക, ഫതാത്തുൻ യുവതി, ജീഫത്തുൻ ശവം, ഉഖൂബത്തുൻ ശിക്ഷ, ഇസ്മുൻ കുറ്റം, അലക്കത്തുൻ രക്തപിണ്ഡം, ഇർളുൻ അഭിമാനം, റജമുൻ എറിഞ്ഞുകൊല്ലൽ, മൈത്തുൻ ജീവനില്ലാത്ത ശരീരം, ലഹ്മുൻ മാംസം, തവ്വാബുൻ വളരെ തൗബ സ്വീകരിക്കുന്നു. ഈ വർക്കൊന്ന് വായിക്കാം. നഖറ റജമ യർജമു റജമ്, നാല യനാലു നൈല്, ഇൻഗമസ ഇൻഗമിസു ഇൻഗിമാസ്, അംസ യുംസി ഇംസാ, ഇസ്തഹിയ യസ്തഹി ഇസ്തിഹ്യാ, ആവദ യുആവിദു മുആവദത്ത്, ഖാഅ യഖീഉ ഖൈഅ, തഖയ്യഅ യതഖയ്യഉ തഖയ്യുഅ, ഇജ്തനബ ഇജ്തനബു ഇജ്തിനാബ്, തജസ്സസ യതജസ്സസു തജസ്സുസ്, ഇഗ്താബ യഗ്താബു ഇഅ്തിയാബ്. ഒരു ഫെയിലിന്റെ മാലി, മുലാരി, മസ്ദർ മനസ്സിലാക്കാനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നക്തുബുൽ മാന, റൈറ്റ് ദ മീനിങ്. ലഹ്മുൻ അർത്ഥം എന്താണ്? മാംസം. റജമുൻ എറിഞ്ഞുകൊല്ലൽ. മുഹ്സനൻ വിവാഹിതൻ. ഇർളുൻ അഭിമാനം. അലക്കത്തുൻ രക്തപിണ്ഡം. മൈത്തുൻ ജീവനില്ലാത്ത ശരീരം. ഇഖ്റാറുൻ അംഗീകരിക്കുക. ഉഖൂബത്തുൻ ശിക്ഷ. ജീഫത്തുൻ ശവം. ഫതാത്തുൻ യുവതി. ഇസ്മുൻ കുറ്റം. തവ്വാബുൻ വളരെ തൗബ സ്വീകരിക്കുന്നവൻ. അടുത്ത വർക്ക് നോക്കൂ. നക്തശിഫു സിയാഖാത്ത്, സന്ദർഭം വിവരിക്കുക. ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നത് സന്ദർഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് ഉരീദു അൻ തുതഹിറനി, എന്നെ ശുദ്ധീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിന് സന്ദർഭം നോക്കൂ. അസ്ലമി കബീലയിൽപ്പെട്ട ഒരാള് താൻ വ്യഭിചരിച്ചു എന്ന് 4 സാക്ഷികളുമായി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം മുഖം തിരിച്ചു കളഞ്ഞു. കുറ്റസമ്മതത്തിൽ നിന്ന് മടങ്ങാതെ അദ്ദേഹം പറഞ്ഞതാണ് ഇത്. രണ്ടാമത്തേത് എന്താണ്? കുലാമിൻ ജീഫത്തി ഹാദൽ ഹിമാർ, നിങ്ങൾ രണ്ടുപേരും ഈ കൈതയുടെ ശവത്തിൽ തിന്നുക. നോക്കൂ, കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തിയെ പരിഹസിച്ച 2 പേര് കൈതയുടെ ശവത്തിനരികിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മൂന്നാമത് ഇന്നഹുമാ ലം തസൂമാ, അവർ 2 പേരും നോമ്പ് നോറ്റിട്ടില്ല. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും സമ്മതം നൽകുന്നത് വരെ നോമ്പ് തുറക്കരുത് എന്ന് പറഞ്ഞപ്പോ 2 സ്ത്രീകൾക്ക് വേണ്ടി ഒരാൾ സമ്മതം ചോദിച്ചപ്പോൾ പല തവണ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണത്. നാലാമത്തത് ലൗ ബഖിയത ഫീ ബുതൂനിഹിമാ ലഅകലതുഹുമുൻ നാർ, അവരുടെ വയറ്റിൽ ഇത് ബാക്കിയാവുകയാണെങ്കിൽ അവരെ തീ തിന്നുമായിരുന്നു. നോക്കൂ, നോമ്പ് നോറ്റ് ജനങ്ങളുടെ മാംസം തിന്ന സ്ത്രീകളോട് ഛർദിക്കാൻ പറഞ്ഞപ്പോൾ അവർ രക്തപിണ്ഡം ഛർദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി അടുത്ത വർക്ക് നസ്താമിൽ ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കാം. ഒന്ന് ഇൻഖമസ ഫി അൻഹാരിൽ ജന്ന, സ്വർഗനദികളിൽ മുങ്ങിക്കുളിച്ചു. 2 അംസൽ ആമിലു മുത്തായിബൻ, തൊഴിലാളി വൈകുന്നേരം ക്ഷീണിച്ചു. 3 ഇഗ്താബ ഫുലാനൻ, ഒരാള് മറ്റൊരാളെ ഗീബത്ത് പറഞ്ഞു. 4 തജസ്സസ ശഖ്സു അലാ ജീറാനിഹി, ഒരു വ്യക്തി തന്റെ അയൽവാസിയെ ചാരപ്രവർത്തനം നടത്തി. 5 വല്ലൽ വജ്ഹു മുസ്വദ്ദൻ, മുഖം കറുത്തതായി. ഇനി നംലൽ ഫറാബൈത്ത് പൂരിപ്പിക്കാനാണ്. അടുത്തത് ഡാഷ് അതാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് നശ്റഹുൽ മഅന, അർത്ഥം ഇതാ. ലാ തഗ്തബന്ന അഹദൻ ഫളലൻ അനിൽ ഉലമാ വലൗ ബിസഹവിൻ ലിമാ ഫീ ലഹ്മിഹിം ദഅഫ്, നീ ഒരാളെയും ഗീബത്ത് പറയരുത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ, കാരണം അവരെ മാംസത്തിൽ വിഷമുണ്ട്. രണ്ടാമത്തത് വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന സിഹാഹി മിനൽ ആളാഇ മുസ്തലിമാ, രോഗമില്ലാത്തയിടത്തൊന്നും ഇരിക്കാതെ മുറിവുള്ളിടത്ത് മാത്രം ഇരിക്കുന്ന ഈച്ചയെ പോലെ നീ ആവരുത്. ഇനി അടുത്തവർക്ക് നസ്ലിൽ കുല്ലം ബിൽ മുനാസിബി, മാച്ച് ചെയ്യാനാണ്.
അൽ ഫാസിഖ് യതർബി യഗ്താബു ഫാസിഖ് ഗീബത്ത് പറയുന്നു. മുദക്കർ മുഅന്നസ് മാച്ച് ചെയ്ത് പഠിക്കാനാണ്. 2 അൽ ഫാസിഖത്തു ലതറിയ തഗ്താബു അമ്മാടിയായ സ്ത്രീ ഗീബത്ത് പറയുന്നു. 3 ബക്ക ലതർഡി ബക്കൽ വലതു ആൺകുട്ടി കരഞ്ഞു. 4 ബക്കത്ത് ലതർസി ബക്കത്തിൽ ബിന്തു പെൺകുട്ടി കരഞ്ഞു. ഇനി തഖ്സീസ് അസൈൻമെന്റ് ചെയ്യുന്ന നക്തബു ഫിഖറത്തൻ അൽ ഗീബ ഗീബത്തിനെ കുറിച്ച് ഒരു ലേഖന ഇതാണ്, ഗണ്ണിക ഇതാണ്. പരദൂഷണത്തെ ഉപമിച്ചിരിക്കുന്നത് മരണപ്പെട്ട സ്വന്തം സഹോദരന്റെ മാംസം തിന്നുന്നതിനോടാണ്. മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വെറുപ്പുളവാക്കുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഇതിന്റെ ഗൗരവം അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരാളെ കുറിച്ച് പറയുന്ന കാര്യം അവരിലുള്ളതാണെങ്കിൽ പോലും അത് അവരുടെ അസാന്നിധ്യത്തിൽ പറയുന്നത് പരദൂഷണത്തിന്റെ പരിധിയിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കാനും കുടുംബങ്ങളിലും സമൂഹത്തിലും പരസ്പരം ശത്രുതയും അസൂയയും വളർത്താനും മാത്രമേ പരദൂഷണം കാരണമാകൂ. അതിനാൽ സ്വന്തം നാവുകളെ സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ പ്രധാന കടമയാണ്. മറ്റൊരാൾ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് പരദൂഷണം അഥവാ ഗീബത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അല്ലാഹു നമ്മെ ഗീബത്തിനെയും തുടങ്ങിയ മഹാപാപങ്ങളിൽ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.